അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്, നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ജുസ് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അല്ലാഹു തആല നല്ല രീതിയിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ആദ്യമായി നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവം നടന്നതിനെ പറ്റിയാണ്. അതായത് ഞാനീ പറയാൻ പോകുന്ന ഒരു സംഭവം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു പെന്നും ഒരു ചെറിയൊരു നോട്ട് ബുക്ക് നിങ്ങൾ എടുക്കുക. എന്നിട്ട് അതിൽ ഏറ്റവും താഴെ മക്ക എന്നെഴുതുക, അതിൻ്റെ മുകളിൽ മദീന എന്നെഴുതുക, അതിൻ്റെ മുകളിൽ ജെറുസലം എന്നെഴുതുക. അപ്പോൾ നമ്മൾക്കറിയാം പ്രവാചകനും പിന്നെ സ്വഹാബാക്കൾ മക്കയിലാണല്ലോ ആദ്യം ജീവിച്ചിരുന്നത്. ആദ്യം ഹിജ്റയ്ക്ക് മുമ്പ് മക്കയിലാണ്. അപ്പോൾ മക്കയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ പിന്നെ മക്കയിലുള്ള കാബ ഷരീഫും മുൻവശത്ത് വരും, കിബില ആ ഒരു ഭാഗത്തേക്ക് വരും. അതുപോലെ അങ്ങ് മുകളിലുള്ള ജെറുസലമും പിന്നെ കിബിലയിലായി വരും. പക്ഷേ മക്കയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയതിന് ശേഷം മക്ക നേരെ പിൻവശത്തും ജെറുസലം നേരെ മുൻവശത്ത് വരും. അപ്പോൾ ജെറുസലേമാണ് ആദ്യത്തെ കിബില. അപ്പോൾ പ്രവാചകർക്ക് ദുഃഖമായി. കാരണം മക്കയാണല്ലോ കിബില, മക്ക കിബിലയാവണം, അല്ലെങ്കിൽ പിന്നെ കാബ ഷരീഫ് കിബിലയാവണം എന്നുള്ള ആഗ്രഹം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ജെറുസലേമാണ് ആദ്യത്തെ കിബില. അപ്പോൾ മദീനയിലേക്ക് പോയപ്പോൾ നേരെ മുൻവശത്ത് ജെറുസലേമും നേരെ പിൻവശത്ത് മക്കയുമാണ്. അപ്പോൾ ഈ ഒരു ദുഃഖമുണ്ടായപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കുകയുണ്ടായി. ആഗ്രഹിച്ച് വഹി വരും, അല്ലെങ്കിൽ പിന്നെ ദിവ്യ പിന്നെ ആയത്ത് വരും, കിബില മാറ്റം എന്നുള്ള വിഷയത്തിൽ ആയത്ത് വരും എന്നാഗ്രഹിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതവണ ആകാശത്തിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആഗ്രഹിച്ചതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിബില മാറ്റണം, അഥവാ മക്കയിലേക്ക് തന്നെ ആക്കണം എന്നുള്ള ഒരു ആയത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുകയാണ്. ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദിൽ ഹറാം. നിങ്ങൾ എന്ത് ചെയ്യണം? മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കിബില മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങൾ തിരിക്കണം. അങ്ങനെ ആ ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ രൂപപ്പെടുകയാണ്. ഇതിനെ തുടർന്ന് യഹൂദന്മാർ അല്ലെങ്കിൽ യഹൂദികൾ അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുകയും ഇത് യഥാർത്ഥ മതമല്ല എന്നൊക്കെ തോന്നുമ്പോൾ ഖിബില മാറ്റുക എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും അങ്ങനെ അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങനെ ഇരിക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഒരു വിഷയം, അഥവാ ഖിബില മാറ്റണം എന്നുള്ള ആ ഒരു ആഗ്രഹം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. അഥവാ മക്കയിലേക്ക് തന്നെ തിരിയുകയാണ്. നമ്മൾക്കറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഏകദേശം 4-5 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ മദീനയിൽ നിന്ന് ഇങ്ങോട്ട് മക്കയിലേക്കുള്ള ഖിബില, നമ്മൾ ഇന്ന് നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഖിബില മക്കയാണല്ലോ. അപ്പോൾ അത് ആദ്യം ജെറുസലേമായിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം അത് വീണ്ടും മക്കയിലേക്ക് തിരിച്ചതാണ്. അത് ഈ ഒരു പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ ജുസുയിലാണ് പറയുന്നത്, ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ആ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യുക? 2-ാമത്തെ ജുസു ഓതുമ്പോൾ ആ ഒരു സംഭവം നമ്മൾ എന്തിനെ ഓർക്കണം. ഓക്കെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനുശേഷം അവിടെ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്,
എന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അഥവാ നിങ്ങൾ ക്ഷമിക്കണം, അതേപോലെ നിസ്കരിക്കണം എന്നുള്ള സൂചന. അഥവാ ക്ഷമ കൊണ്ട് നിങ്ങളെ സഹായം അള്ളാഹുവിനോട് ചോദിക്കണം. നിങ്ങൾ നിസ്കരിക്കുകയും നിസ്കാരം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം എന്നുള്ള ഒരു സൂചന അവിടെ നൽകുന്നുണ്ട്. അതിനുശേഷം വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ അങ്ങനെ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട സംഭവം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലൂടെ പറഞ്ഞു തരികയാണ്. അതായത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മൾക്ക് അള്ളാഹു പേടി തന്ന് പരീക്ഷിക്കും. അപ്പോൾ ഒരുപാട് നമ്മൾക്ക് ചുറ്റും നമ്മൾ നടക്കുന്ന ഒരുപാട് രാഷ്ട്രീയവും അല്ലാത്തതുമായ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർത്താൽ നമുക്ക് മനസ്സിലാകണം, അത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. നമ്മളെങ്ങനെയാണ് അതിന് പെരുമാറുന്നത് എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. നമ്മൾക്ക് പേടി തന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. നമ്മൾക്ക് വിശപ്പ് തന്ന്, അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ അറിയാം, നമ്മളെ പ്രപിതാക്കന്മാരായ ആൾക്കാർ ഒരുപാട് സമയത്തൊക്കെ പറയാറുണ്ട്, അന്ന് നമുക്ക് ഭക്ഷണമുണ്ടായിരുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പം അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അതേപോലെ സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലാതാവുക, ഒരുപാട് നഷ്ടങ്ങൾ, ബിസിനസ് നഷ്ടങ്ങൾ, കൃഷിയിലുള്ള നഷ്ടങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണം ഇൻഷാ അല്ലാഹ്. അതിനുശേഷം ഉംറ ഹജ്ജ് പോയ ആൾക്കാർക്കൊക്കെ അറിയാം എന്താണ് സഫ മറുവ എന്നുള്ള സംഭവം. അപ്പം അത് ഇന്ന സഫ വൽ മറുവത മിൻ ശഅഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ മൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം പറയുന്ന ആയത്ത് ഇവിടെ പറയുന്നത്, ഈ ഇസ്ലാമിക അല്ലെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടം എന്നുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് പ്രവാചകന്മാരൊന്നും ഇല്ലാതെ ഒരു സമയം. ആ ഒരു സമയത്ത് ഈ സൊഫ എന്നുള്ള ഭാഗത്ത് അവിടെ ഒരു ബിംബം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബിംബാരാധന അവിടെ നടക്കുമായിരുന്നു. മറുവ എന്നുള്ള സ്ഥലത്തും, രണ്ട് സ്ഥലത്തും ആരാധനകൾ, ബിംബാരാധന ഉണ്ടായിരുന്നു, രണ്ട് ഐഡൽസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുസ്ലിമീങ്ങളായ ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചതാണല്ലോ. അവർ വിചാരിച്ചു ഇവിടെ ബിംബാരാധന ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇതുകൊണ്ട് നമുക്കിത് ഈ ഒരു ആരാധന വേണ്ട എന്ന് വെക്കാൻ അവർ ശ്രമിച്ചപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്, അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, സഫാ മർവ എന്നുള്ള അള്ളാഹുവിൻ്റെ ശഅഇരികളിൽപ്പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത വഅതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ, അവിടെ നിങ്ങൾ സഫാ മർവ നിങ്ങളെ സന്ദർശിക്കുന്നത് നിങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം അത് മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇസ്ലാം അവിടെ വന്നതിന് ശേഷം അതൊക്കെ എടുത്തു കളഞ്ഞു, ഇതവിടെ ക്ലിയറായി എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അടുത്തത് ഇനി ഒരുപാട് സംഭവങ്ങൾ ചർച്ച ചെയ്യുകയാണ്, ഒരുപാട് സംഭവങ്ങൾ. ആദ്യം നമ്മളെ ഭക്ഷണത്തെ പറ്റിയിട്ട് നമ്മൾ എന്തൊക്കെ കഴിക്കാൻ പറ്റും, എന്തൊക്കെ കഴിക്കാൻ പറ്റൂല എന്നൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മാംസം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അറുത്ത് കഴിക്കണം, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് അറുത്ത് കഴിക്കണം. അതുപോലെ എന്തൊക്കെ കഴിക്കാൻ പറ്റും, ഹറാമ് കഴിക്കാൻ പറ്റൂല, അങ്ങനെയുള്ള ചർച്ചകൾ അവിടെ വരുന്നുണ്ട്. അതിനുശേഷം ഈ ഇസ്ലാമിക ശരീഅത്തിൽ ഖിസാസ് എന്നുള്ള സംഭവം നമുക്കുണ്ട്. അതായത് ഒരാളെ കൊന്നാൽ അയാളുടെ കുടുംബത്തിന് കൊന്നയാളെ കൊല്ലാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഒരാളെ കൊന്നാൽ മറ്റേയാളെ കൊല്ലാനുള്ള അവകാശമുണ്ട്. വേറെന്തെങ്കിലും രീതിയിലുള്ള അക്രമങ്ങൾ നടത്തിയാൽ അത് തിരിച്ച അക്രമം നടത്താനുള്ള അവകാശങ്ങളുണ്ട്. അത് 172-ാമത്തെ 173-ാമത്തെ ആയത്തിൽ അള്ളാഹു ചർച്ച ചെയ്യുന്നു. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീരി, അതായത് അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു, ശവത്തെ ഭക്ഷിക്കുന്ന നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. അതേപോലെ ഈ പന്നിമാംസം, അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ ഭക്ഷിക്കാൻ നിങ്ങൾക്ക് അള്ളാഹു വിലക്കിയിരിക്കുന്നു. പക്ഷെ അവിടെ അതിനുശേഷം ഒരു സംഭവം പറയുന്നു, ഫമനിൽ തുർറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി. നമ്മളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാനില്ല, ഒരു എമർജൻസി ഘട്ടമാണ്, നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും, അങ്ങനെയുള്ളൊരു സംഭവം വന്നാൽ നമ്മുടെ അടുത്ത് ഒരു ഭക്ഷണമൊന്നുമില്ല, ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഹറാമായ വിലക്കപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. അത് എങ്ങനെ, നിങ്ങൾ ആസ്വാദിച്ചു കൊണ്ട് കഴിക്കരുത്, അത് നിങ്ങൾ ജീവൻ നിലനിർത്താനുള്ള
ഒരു പിന്നെ എന്താ പറയുക ഒരു മാർഗമായി കരുതി നിങ്ങളിത് കഴിക്കാം എന്നാണ് പറഞ്ഞത്. ഓക്കെ. അതിനുശേഷം ഒരുപാട് പിന്നെ ഈ വസിയത്തിനെ പറ്റി പറയുന്നുണ്ട്. അതായത് മരിക്കുമ്പോൾ വസിയത്ത് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ, അത് പറയുന്നുണ്ട്. പിന്നെ നോമ്പിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നോമ്പിൻ്റെ സമയം എന്നാ തുടങ്ങുക, എന്നാ അവസാനിക്കുക, നോമ്പിൽ പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ കാര്യങ്ങൾ വിലക്കപ്പെട്ടതാണ്, പിന്നെ നമുക്കറിയാമല്ലോ. ഇനി നോമ്പ് എടുക്കാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യണം, അഥവാ നോമ്പ് ഖളാ വീട്ടുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. അഥവാ നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് വീണ്ടെടുക്കേണ്ടത് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ രോഗിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യാത്ര ഉള്ളപ്പോൾ അവിടെ ഇളവുകൾ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ. അതിനെ തുടർന്ന് അവിടെ ഒരു ആയത്ത് അള്ളാഹു പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. വളരെ നല്ല എന്താ പറയുക, നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ആയത്തുകളാണിത്. എന്നെ പറ്റിയിട്ട് എൻ്റെ അടിമ അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ പറ്റി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നബിയെ നിങ്ങൾ പറയണം, ഫഇന്നി ഖരീബ്, ഞാൻ എന്താണ്, ഫഇന്നി ഖരീബ് വഇദാ സഅലക ഇബാദി, എൻ്റെ അടിമ എന്നെ പറ്റിയിട്ട് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ വളരെ അടുത്താണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോടവൻ ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഉജീബു ദഅവത ദാഇ, അവനെ ചോദിച്ചതിന് ഞാൻ മറുപടി നൽകും. ഫല്യസ്തജീബു ലി വൽയുമിനു ബി, അവരെന്നോട് ചോദിക്കട്ടെ, എന്നിൽ വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർഷുദൂൻ, അവർ സന്മാർഗത്തിലായേക്കാം, അവർ സന്മാർഗത്തിലാകും എന്നുള്ള പിന്നെ ആയത്തുകളാണ് അവിടെ പറയുന്നത്. അതിനുശേഷം പിന്നെ ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഹജ്ജിനെ പറ്റിയിട്ട് ഉഹില്ല ലക്കും ലൈലത്തു സിയാം അർറഫതു ഇലാ നിസാഇക്കും ഹുന്ന ലിബാസുൽ ലക്കും അൻതും ലിബാസുൽ ലഹുന്ന. അതായത് നമ്മൾ ഈ നോമ്പ് സമയത്ത് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല നമ്മൾക്ക് വിലക്കപ്പെട്ടത്. അതേപോലെ തന്നെ നമുക്ക് ഈ പിന്നെ ഞാൻ വളരെ മാന്യമായ രീതിയിൽ പറയുകയാണ്, കാരണം ഇതൊക്കെ കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. അതായത് നമ്മൾ ഈ റമദാൻ സമയങ്ങളിലൊക്കെ നമ്മൾക്ക് ഈ ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റൂല എന്നൊക്കെ നമുക്കറിയാം. അതേപോലെ ഭക്ഷണം കഴിക്കാൻ വിലക്കപ്പെട്ടതുപോലെ തന്നെ ജിമാ കാര്യങ്ങൾ ഒക്കെ, അഥവാ ഭാര്യയുമായി ബന്ധപ്പെടുക കാര്യങ്ങൾ അത് വിലക്കപ്പെട്ടതാണ് എന്ന് കൂടി അറിയിക്കുന്നുണ്ട്. പക്ഷേ ഉഹില്ല ലക്കും ലൈലത്തു സിയാം, പക്ഷേ റമദാനിൻ്റെ രാത്രികളിൽ അത് ഹലാലാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് നീണ്ട ഒരു ചരിത്രമാണ്, ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഈ ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് പിന്നെ നേരത്തെ പറഞ്ഞ ഒരു വിഷയം ജിഹാദിനെ പറ്റിയിട്ട് അവിടെ പറയുന്നുണ്ട്. നമ്മൾ ഈ ജിഹാദ് പറയുമ്പോൾ അതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ജിഹാദ്, ലവ് ജിഹാദ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആന് ഒരിക്കലും പിന്നെ കൊല്ലാൻ അല്ലെങ്കിൽ ഇസ്ലാം ഒരിക്കലും ആരെയും കൊല്ലാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾക്കൊക്കെ കേൾക്കാം, ഈ യൂട്യൂബുകളിലും മറ്റൊക്കെ ഈ മീഡിയകളിലൊക്കെ നമ്മൾ കേൾക്കാൻ പറ്റും, ഖുർആന് കൊല്ലാൻ പറയുന്നുണ്ട്. ഖാതിലൂ ഫീ സബീലില്ലാ എന്ന് ഖുർആന് പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ മാർഗ്ഗം നിങ്ങൾ കൊല്ലണം. അത് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പൂർണ്ണമായി വായിക്കണം, ഒരിക്കലും നമ്മൾ ക്ലിപ്പിംഗ് ചെയ്യരുത്. അതായത് അതാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ വലിയ പ്രശ്നം എന്നുള്ളത് നമ്മൾ പകുതി മാത്രം കേൾക്കുന്നു, അതിൻ്റെ മറ്റേ പകുതി അല്ലെങ്കിൽ പൂർണ്ണമായി നമ്മൾ കേൾക്കുന്നില്ല എന്നാണ്. അവർ പറയുന്ന ആയത്ത് വഖാതിലൂ ഫീ സബീലില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുക എന്നാണ് അവരർത്ഥം വെക്കുന്നത്. വഖാതിലു ആയത്ത് ഞാൻ ഓതിത്തരാം. വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദൂ, അവർ നിങ്ങളോട് യുദ്ധം ചെയ്തതുപോലെ നിങ്ങൾ യുദ്ധം ചെയ്യുക. അപ്പം അവരാണ് ആദ്യം യുദ്ധം ചെയ്യുന്നത്. അവർ യുദ്ധം ചെയ്തതുപോലെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ നിങ്ങളോട് അങ്ങോട്ട് യുദ്ധം ചെയ്യണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. പിന്നെ ഒരാൾ നമ്മൾ വന്നിട്ട് ആക്രമിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പിന്നെ ആക്രമിക്കാൻ നമ്മൾ ഡിഫെൻഡ് ചെയ്യുകയാണല്ലോ, പ്രതിരോധിക്കുകയാണല്ലോ. അതായി പറഞ്ഞത്. ഖാതിലു എന്ന ഈ എന്താ പറയുക, അറബിക്ക് ഗ്രാമർ അല്ലെങ്കിൽ നെഹ്വ് പിന്നെ സർഫൊക്കെ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഖാതല വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ ഈ ഖുർആനിൽ എത്രയും വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്,
അത് മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ അതിനുശേഷം ഈ മുർത്തദ്, ഖംർ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്, അതായത് ഇസ്ലാമിനെ പുറത്തു പോയാലുള്ള കാര്യങ്ങൾ, പിന്നെ കള്ള് കുടിച്ചാനുള്ള വിഷയങ്ങൾ, അതായത് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഹജ്ജ്, ഉംറ അതിന് പറഞ്ഞതിന് ശേഷം അവിടെ ചർച്ച ചെയ്യുന്നത്. സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഈ നിക്കാഹ്, ത്വലാഖ്, അതിനുശേഷം ഈ സാമൂഹികമായിട്ടുള്ള പിന്നെ ഈ ഇസ്ലാമിനെ പുറത്തു പോയാൽ എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത്, അതിൽ കള്ളുകുടിയുമായി ബന്ധപ്പെട്ട കാര്യം, ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കുടുംബ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അതായത് കല്യാണം, പിന്നെ ത്വലാഖ്, അതായത് ഈ ഡൈവേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത്, പിന്നെ അങ്ങനെ ഫാമിലിയുമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ വലാ തൻകിഹു അൽ മുശ്രികാതി ഹത്താ യുഅ്മിന്ന, അതായത് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് നിക്കാഹുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അതായത് കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് ആരെ കല്യാണം കഴിക്കാൻ പറ്റും, പിന്നെ ആരെ കല്യാണം കഴിക്കരുത്, പിന്നെ അങ്ങനെ നിക്കാഹുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതേപോലെ നിക്കാഹിന് ശേഷം ത്വലാഖ് അഥവാ ഡൈവോഴ്സ് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവർ പിന്നെ ഒരു ഭാര്യയെ മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ത്വലാഖ് നടത്തിയാൽ അവൾ എത്ര കാലം ഇദ്ദയിലിരിക്കണം, അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കണം, പിന്നെ ത്വലാഖിൻ്റെ രീതികളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ കർമ്മങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. പിന്നെ ഖുർആനിലൂടെ പറയുന്നുണ്ട് ഇത് വൽമുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ വലാ യഹില്ലു ലഹുന്ന അൻ യക്തുന്ന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന തുടർന്നുള്ള 228 ആയത്തിലൂടെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതേപോലെ നമ്മളൊക്കെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ ഈ കുടുംബജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, എന്നാൽ ഇസ്ലാം ഖുർആനും ഒക്കെ നമ്മളെ നിർദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുകയും അതിനുശേഷം പിന്നെ ഈ ത്വലാഖൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ ഒരു നടത്തേണ്ട ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ കല്യാണം കഴിച്ച് ത്വലാഖ് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അവസാനമായിട്ട് ആ പെണ്ണിക്ക് ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു സൂചന ഇവിടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനമായി എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും ഒന്ന് കൊടുക്കണം അവസാന സമയത്ത്. കാരണം അവർ വിഷമം ഒന്ന് മാറിക്കിട്ടാനുള്ള ഒരു മീഡിയയാണ് അത്. ഏതായാലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ത്വലാഖിന് ശേഷം പിന്നെ വീണ്ടും അതേ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ നിക്കാഹ്, ത്വലാഖ് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫാമിലിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനെ തുടർന്ന് പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ, അഥവാ ഈ സാമൂഹികമായിട്ടുള്ള ഫാമിലിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വളരെ തിരക്ക് പിടിച്ച സംഭവങ്ങളൊക്കെ എന്ന് നമ്മൾ പറയും. ഈ കല്യാണം കാര്യങ്ങളും പറയുമ്പോൾ വളരെ തിരക്ക് പിടിച്ച സംഭവമാണ്. അപ്പോൾ നമ്മൾ ഈ കല്യാണം എന്ന് പറയുമ്പോൾ വളരെ വളരെ എല്ലാവർക്കും തിരക്കാണ്. ഡ്രസ്സ് എടുക്കുന്നതിന് തിരക്ക്, പിന്നെ സ്വർണം വാങ്ങുന്നതിന് തിരക്ക്, പിന്നെ ഈ ചോറ് കാര്യങ്ങളാക്കുന്നതിൻ്റെ തിരക്ക്, അങ്ങനെ വളരെ തിരക്ക് പിടിച്ച സമയത്താണ്. ഇതിൻ്റെയൊക്കെ ഇടയിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മളത് വളരെ 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 ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ഹാഫിദു അലസ്സലവാത്ത്, നിങ്ങളുടെ നിസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണം. നിസ്കാരം നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഇങ്ങനെ ഒരു വളരെ നമ്മൾ ബിസിയാവാൻ സാഹചര്യമുള്ള, അല്ലെങ്കിൽ ബിസിയാവാൻ സാധ്യതയുള്ള ഒരു സമയത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് ഹാഫിദു അലസ്സലവാത്തി വസ്സലാത്തുൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങളുടെ നിസ്കാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നിസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണേ. അതുപോലെ ഒരുപാട് പറയേണ്ട വിഷയമാണ് നിസ്കാരം. അതായത് നമ്മുടെ സമയം പരിമിതി ആയതുകൊണ്ട് ഞാനത് ചുരുക്കുകയാണ്. അതുപോലെ സ്വലാത്തുൽ വുസ്ത എന്ന് പറയുന്നതിന് അതിലൊരു പ്രധാനപ്പെട്ട അഭിപ്രായം എന്നുള്ളത് അത് അസ്ർ നിസ്കാരം എന്നാണ്. അസ്ർ നിസ്കാരം, അതിനെ നിങ്ങൾ നിസ്കാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും നിങ്ങൾ എന്ത് ചെയ്യണം, അസ്ർ നമസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അസ്ർ നിസ്കാരം നമ്മൾ മിസ്സാവാൻ സാഹചര്യം കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ
രാവിലെ നിസ്കാരം നമ്മൾ നിസ്കരിക്കും. ഫസ്റ്റ് പ്രെയർ എന്ന രീതിയിൽ നമ്മൾ മോർണിംഗ് രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമ്മൾ നിസ്കരിക്കും. ളുഹർ നിസ്കാരം നമ്മൾ അവിടെ ജോബിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിസ്കരിക്കാൻ സാഹചര്യം ഉണ്ടാവും. അവിടെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അസർ നമ്മൾ മിസ്സാവാൻ സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞ ശേഷം മഗ്‌രിബ് ഇശാ നമ്മൾ നിസ്കരിക്കും. അസർ എന്നുള്ളത് മിസ്സാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞു എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. അതിനെ തുടർന്ന് പിന്നെ ഒരു സംഭവം പറയാം. നമുക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം പറയാം. അതായത് ചെറിയ സംഘങ്ങളായാലും നമ്മൾക്ക് ഖൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസം സുദൃഢമാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അത് കരസ്ഥമാക്കാൻ പറ്റുമെന്നുള്ള സൂചനകൾ നൽകുന്ന ഒരു സംഭവം അവിടെ പറയുന്നുണ്ട്. അതായത് പിന്നെ ഞാനത് നീട്ടി പറയുന്നില്ല. എന്താണ് ഈ ത്വാലൂത്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിമീങ്ങൾക്കൊരു നേതാവാകുന്നു. അവരെ എന്ത് ചെയ്യുന്നു, കുറച്ച് മുശ്രിക്കുകളായ വലിയ സംഘത്തോട് അവർ പോരാടുകയും അത് അവർ കീഴടക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഖുർആൻ ആയത്ത് പറയുന്നു, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറ. എത്ര ചെറിയ സംഘങ്ങളാണ് വലിയ പിന്നെ സുദൃഢമായ അല്ലെങ്കിൽ വലിയ ശക്തിയുള്ള സംഘങ്ങളെ കീഴടക്കിയത് എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, വലിയ മത്സര പരീക്ഷകളൊക്കെ നമ്മൾ നേരിടാൻ നമ്മൾ സാധ്യതയുണ്ട്. അതായത് മെയിൻ, അതേപോലെ UPSC കാര്യങ്ങളുള്ള അങ്ങനെ ഒരുപാട് പരീക്ഷകളുണ്ട്. അത് നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന്, അഥവാ മുസ്ലിം സമൂഹങ്ങളിൽ നിന്ന്, ഇസ്ലാം നമ്മളെ ഒരു കൂട്ടത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ അതിന് പിന്നെന്ത് ചെയ്യണം, അവർ ശ്രമിക്കണം, അവർ നേടണം, പഠിക്കണം, അത് ഉന്നതി അവർ കൈവരിക്കണം. അതിനുവേണ്ടി നമ്മളൊരിക്കലും പേടിക്കരുത്. 10 ലക്ഷം ആൾക്കാർ എക്സാം എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് നമ്മൾക്ക് കിട്ടാതെ പോകുമ്പോൾ നമ്മളെ പരിഗണിക്കാതിരിക്കും ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും നമ്മൾ അധ്വാനിക്കുകയും ചെയ്താൽ തീർച്ചയായും നിശ്ചയമായും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിലുള്ള വിജയം തരുമെന്നുള്ള പിന്നെന്താ പറയുക, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മൾ ഈ സ്കൂളുകളിലേക്കും ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ ഹിജാബും പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇസ്ലാമിക ഒരു ചുറ്റുപാടിൽ നമ്മൾ ജീവിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നമുക്ക് വിജയം നൽകും. അള്ളാഹു അത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മളിങ്ങനെ ഖുർആൻ എടുത്ത് ഒരുപാട്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഖുർആൻ എന്നുള്ളത് എല്ലാ വിജ്ഞാനങ്ങളുടെയും ഉറവിടമാണ്. ഖുർആനിൽ നിന്നാണ് എല്ലാം വരുന്നത്. അപ്പോൾ അത് ഒരു ജുസ്ഇൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ അസാധ്യമായ, വളരെ ടഫായിട്ടുള്ളൊരു വിഷയമാണ്. എന്നാലും നമ്മൾ ആ ഖുർആനിൽ എന്താണ് പറയുന്നത് എന്ന് പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ചും നമ്മുടെ സഹോദരിമാർക്ക് സഹോദരന്മാർക്കൊക്കെ നമ്മൾ റമദാനിൽ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ ഒരു ആസ്വാദനം, ഈ ഒരു ജുസ്ഇൽ അല്ലാഹു ഇങ്ങനെയാണ്, ഇതൊക്കെയാണല്ലോ ചർച്ച ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു ജനറലായിട്ടുള്ള ഒരു ഐഡിയ എങ്കിലും കിട്ടട്ടെ എന്നുള്ളൊരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ സംരംഭം ഈ മിസ്റ്റർ ട്യൂട്ടർ അവർ നടത്തുന്നത്. ഏതായാലും അത് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളിന്ന് ചർച്ച ചെയ്ത വിഷയങ്ങൾ നമ്മൾ കിബില മാറ്റം ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തു. അതേപോലെ പിന്നെ ഞാനൊരു വിട്ടുപോയൊരു സംഭവമുണ്ട്, ഞാൻ പറയാൻ ആഗ്രഹിച്ച വിട്ടുപോയൊരു സംഭവം. ഈ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും, അങ്ങനെ തുടർന്നിട്ടുള്ള ഒരു ആയത്ത് അവിടെ പറയുന്നുണ്ട്. അവിടെയാണെന്ന് എൻ്റെ ഓർമ്മ. ഏതായാലും അതായത് ഞാനത് പറയാൻ കാരണം, നമ്മൾക്ക് ഈ കിബില അവിടെ മാറ്റം വന്നു എന്നുള്ളത് അതൊരു വിഷയമാണ്, അത് നമ്മൾ അനുസരിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അത് എന്നുള്ളത് ഒരു മുസ്ലിം സമൂഹത്തെ ഒറ്റ ദിശയിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയത് എന്ന് കരുതി നമ്മളെന്താ പറയുക, ഈ കിബില മാറ്റം അതല്ലല്ലോ വലിയ വിഷയം. അതായത് ഞാൻ പറയുന്നതിൻ്റെ ആകത്തുക എന്നുള്ളത് ഈ ക്രിസ്ത്യാനിറ്റി അഥവാ ക്രിസ്ത്യൻ ആയ ആൾക്കാർ നമുക്കറിയാം, അവർ പിന്നെ ഈ ക്രിസ്മസ് ട്രീ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്മസ് ട്രീയെ വലിയൊരു സംഭവമായി കാണുന്നുണ്ട്. പക്ഷേ ഇസ്ലാം അതിനെ അങ്ങനെ പിന്നെ ഈ സയൻസുകളെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം നമ്മളെ വിഷയം ഒതുങ്ങും. പക്ഷേ ആയിരകളിൽ മാത്രം നമ്മൾ ഒതുങ്ങരുത്. നമ്മളെ നമ്മളെ ഖൽബ്, ഹൃദയം അത് ശുദ്ധിയായി സൂക്ഷിക്കണമെന്നുള്ള വലിയ ആശയം ആയത്തിലൂടെ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്.
മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നമ്മൾ ഈ സ്വഫാ മർവയുമായിട്ടുള്ള ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ ഭക്ഷണം എന്തൊക്കെയാണ് കഴിക്കണം, കഴിക്കരുത്, ഹറാമായ കാര്യങ്ങൾ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട്, ഖിസാസുമായി ബന്ധപ്പെട്ട്, വസിയത്തുമായി ബന്ധപ്പെട്ട്, നോമ്പുമായി ബന്ധപ്പെട്ട്, പിന്നെ ജിഹാദുമായി ബന്ധപ്പെട്ട്, ഹജ്ജ് ഉംറ അതുമായി ബന്ധപ്പെട്ട്, പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ, കള്ള് കുടിച്ചാൽ, അങ്ങനെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട്, അതേപോലെ ഫാമിലി ബന്ധപ്പെട്ടിട്ട് നിക്കാഹ്, ത്വലാഖ്, അങ്ങനെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അതേപോലെ ഈ ഇദ്ദയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക, ഒഴിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഒഴിഞ്ഞിരിക്കണം, അതുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പിന്നെ മിനിങ്ങളെ ആൾക്കാർ അവർ എന്ത് ചെയ്യണം, ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് തിരക്ക് പിടിച്ച സംഭവങ്ങൾക്കിടയിലും നിസ്കാരം കൈവിടരുതെന്നുള്ള വലിയ ആശയം കൂടി ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ അള്ളാഹു പരീക്ഷിക്കും, എങ്ങനെ നമ്മൾക്ക് പേടി തന്ന്, നമ്മൾക്ക് വിശപ്പ് തന്ന്, നമ്മൾക്ക് സമ്പത്തുകളിലും കൃഷികളിലൊക്കെ നഷ്ടം തന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് പരീക്ഷകളിലൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളണമെന്നുള്ള വലിയ മെസ്സേജ് ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി നമ്മൾ വരുന്ന റമദാനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഖുർആൻ ഓതുമ്പോൾ ഇതൊക്കെ ഓർത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, ഓതുക എന്നുള്ള കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ചും നിങ്ങളൊക്കെ നമ്മുടെ ഇഖ്വാനീങ്ങൾ, നമ്മുടെ സഹോദരന്മാരായ മുസ്ലിമീങ്ങൾ ഗസയിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നതിൻ്റെ ഓരോ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് കരച്ചിൽ വരികയാണ്. അല്ലാഹു അവർക്ക് വലിയ ശാന്തി നൽകട്ടെ, സമാധാനം നൽകട്ടെ, വിജയം നൽകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ദുആ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.